ഹായ് ദിസ് ഡി ടി എച്ച് ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്, ഡയറക്റ്റഡ് ബൈ ഫെബി ജോർജ് സ്റ്റോൺഫീൽഡ്. ഫെബി ജോർജിൻ്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ വെഞ്ചറാണ്. സണ്ണി വെയിൻ ആസ് ഗോഡ്, അതെ, ദൈവമായി സണ്ണി വെയിൻ. സൈജു കുറുപ്പുണ്ട്, അപർണ ദാസുണ്ട്. ഇതിൽ വളരെ നല്ലൊരു അഭിനയിച്ചൊരു പയ്യനുമുണ്ട്. ആ പയ്യൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടെ, കണ്ടുപിടിക്കാനും പറ്റിയില്ല പെട്ടെന്ന്. ആ പയ്യന് നല്ല അഭിനയമായിരുന്നു. ഇതിൻ്റെ അകത്ത് ഒരു ക്യൂട്ട് സോങ് ഉണ്ട്. ആ പയ്യനും ആ പയ്യൻ്റെ ഗേൾഫ്രണ്ടും കൂടെയുള്ള ഒരു ക്യൂട്ട് ഒരു ക്രഷ്, അഡ്രിനലിൻ റഷ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സോങ് ഉണ്ട്. ക്യൂട്ട് സോങ്ങാണ്. ഇന്നോവേറ്റീവ് ഡയറക്ടറുടെ തോന്നി. അതായത് സിനിമയുടെ മറ്റ് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ പാട്ട് കുറച്ച് റിഫ്രഷിംഗ് ആയിട്ട് തോന്നി. ഈ പടം കണ്ടുകൊണ്ടിരിക്കാൻ കുറച്ച് പാടാണ്, കാരണം അത്രയ്ക്ക് മോശമാണ്. സംവിധാനത്തിന് കുഴപ്പമല്ല, ഈ കഥയുടെ ഈ കോൺസെപ്റ്റിൻ്റെ കുഴപ്പമാണ്. ഫെബി ജോർജ് കൈവച്ച കോൺസെപ്റ്റിൻ്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ സൈജു കുറുപ്പ്, ജിജോ എന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. സൈജു കുറുപ്പ് ഒരു സ്ട്രഗ്ലിംഗ് ഡയറക്ടറാണ്. ഒരു പടം ഹിറ്റായി, പിന്നെ രണ്ടാമത്തെ പടം മൂന്നാമത്തെ പടമൊക്കെ ഫ്ലോപ്പായി, ഇങ്ങനെ നാലാമത്തെ പടം കണ്ട് പിടിക്കാൻ നോക്കുന്ന നാലാമത്തെ പടമാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ആ പ്രോജക്റ്റ് ഒന്ന് അപ്പാക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരാളായിട്ടാണ് ജിജോ. ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുകയാണ്, ഫിനാൻഷ്യലി പ്രൊഫഷണലി മാത്രമല്ല ദാമ്പത്യപരമായിട്ടും. അതുകൊണ്ടൊക്കെ ദാമ്പത്യപരമായിട്ടും സ്ട്രഗിൾ ചെയ്യുന്നൊരു ഫേസിലാണ് ജിജോ. അപ്പോൾ ആ സമയത്ത് ജിജോ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒരു നടുവിരൽ കാണിക്കുന്നു ദൈവത്തിനോട്. അത് കണ്ട ദൈവം ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നു ജിജോയുടെ ഫ്രണ്ടിൽ. ജിജോയ്ക്ക് ഒരു വരം നൽകാൻ ഉദ്ദേശിക്കുന്നു. 1, 2, 3 അത് മാറി മാറിയൊക്കെ വരും. അപ്പം മെയിൻലി ഒരു വരം നൽകാമെന്ന് പറയുന്നു. സൈജു കുറുപ്പിൻ്റെ ക്യാരക്ടർ ഒരു കാര്യം ചെയ്തു കൊടുക്കുവാണെങ്കിൽ ആർക്ക്, ദൈവത്തിന്. അപ്പോൾ ദൈവം ചില സമയത്ത് നേരിട്ട് ഇടപെടും, ചില സമയത്ത് നേരിട്ട് ഇടപെടത്തില്ല, ചില സമയത്ത് വിധിയാന്ന് പറയും, ചില സമയത്ത് അത് മാറ്റി കൊടുക്കും. അങ്ങനെ ദൈവം കഥാപാത്രം, അതായത് ഇതിലെ ദൈവം, സന്നിവേശം ചെയ്യുന്ന ദൈവം പ്രത്യേകിച്ച് ലോജിക്കില്ലാത്ത ദൈവമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഓരോ സമയത്ത് ഓരോ പോലെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, ഈ കഥാപാത്രത്തിൻ്റെ ദൈവത്തിൻ്റെ പെരുമാറ്റം. ഞാൻ നേരത്തെ പറഞ്ഞ ചില ഗുണങ്ങൾ ഉണ്ടെന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പടത്തെ പറ്റി. പിന്നെ സണ്ണി വെയിനും സൈജു കുറുപ്പും തമ്മിലുള്ള കെമിസ്ട്രി രസമായിരുന്നു, കുറച്ചൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഈ കോൺസെപ്റ്റ് വല്ലാത്ത കോൺസെപ്റ്റാണ്. വിശ്വാസം, മൊറാലിറ്റി, മോറൽ സയൻസ്, ലെക്ചറിങ്, അങ്ങനത്തെ ഒരു ലൈനിൽ പോകുന്ന പടമാണ്. ഇപ്പോൾ ദൈവവിശ്വാസം അവിശ്വാസവും അല്ല ഇവിടുത്തെ പ്രശ്നം. പക്ഷേ ഇത് ഭയങ്കര ഒരു നമ്മളെ തലക്കടിച്ച്, അതായത് ഹാമർ ഡൗൺ ചെയ്ത് കണക്കുള്ള ഒരു സിനിമയാണ്. നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ചേ പറ്റൂ എന്നുള്ള രീതിയിലാണ് പടം പോകുന്നത്. അങ്ങനെ പടം ഏകദേശം കണ്ടപ്പോൾ തീർക്കാം, ഓക്കെ. നേരത്തെ പറഞ്ഞ സൈജുവും സണ്ണിയൊക്കെ ഉള്ളതുകൊണ്ട് സൈജു കുറുപ്പിൻ്റെ ഇന്നസെൻറ്റ് ഒരു നമുക്ക് എൻഡിയറിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, എൻഡിയറിംഗ് ആയിട്ടുള്ള ഒരു ആളാണ് സൈജു കുറുപ്പ്. അതുകൊണ്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അങ്ങനെ ഒരു 2 മണിക്കൂറോ ഏകദേശം 2 മണിക്കൂറൊക്കെ ഉള്ള പടം, വലിയ പടമല്ല. അപ്പോൾ അത് ഓക്കെ, പടം കണ്ടു കഴിഞ്ഞു എന്ന രീതിയിലൊക്കെ ഇരിക്കുമ്പോഴാണ് ടൈറ്റിൽസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ പോലെ വീണ്ടും ദൈവം സണ്ണി വെയിനെ ഇങ്ങനെ ആയിട്ടൊക്കെ വരുന്നു. അപ്പം എന്തോ ഒരു മാസ് മർഡറൊക്കെ തടയാൻ നോക്കുന്നു. എന്തിനാണ് എന്നെ പക്ഷേ മനസ്സിലായില്ല. അങ്ങനെ ഒരു കൈവിട്ട സിനിമ പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ എടുത്ത് പറയാൻ തോന്നിയത് ഈ ദൈവത്തിൻ്റെ വേഷങ്ങൾ. ആദ്യത്തെ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ആദ്യം മുണ്ട് ഷർട്ടൊക്കെ ഇട്ടാണ് വന്ന ദൈവം, വലിയ കുഴപ്പമില്ലായിരുന്നു. സൈജു ആദ്യം പ്രത്യക്ഷപ്പെട്ട വലിയ കുഴപ്പമില്ല. ബ്രൗൺ മുടിയൊക്കെ ഉണ്ടെങ്കിലും ബ്രൗൺ മുടിയായിരിക്കും ദൈവത്തിന്, അറിഞ്ഞുകൂടാ. പക്ഷേ അതൊന്നും കുഴപ്പമില്ല. പിന്നീട് കാണിച്ചത് സമീർ സനീഷാണ് കോസ്റ്റ്യൂം. സാധാരണ സമീർ സനീഷ് എക്സലൻറ്റ് ജോബാണ് സിനിമകൾ ചെയ്യാറുള്ളത്. ഇതിനെന്ത് പറ്റി എനിക്കറിയത്തില്ല. സണ്ണി വെയിൻ്റെ രണ്ടാമത്തെ ഒരു വേഷം കാണിക്കുന്നുണ്ട്. അത് മെയിൻ വേഷം, ദൈവത്തിൻ്റെ മെയിൻ വേഷം എന്ന് പറഞ്ഞാൽ ഒരു വെൽവെറ്റ് വേഷമാണ്. അതായത് ഒരു സാമ്രാജ്യം, മജീഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കണക്കുള്ളൊരു കോസ്റ്റ്യൂമാണ്. അത് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നി. സാധാരണ സമീർ സനീഷിൽ നിന്ന് അങ്ങനെ അല്ല വരുന്നത്. സമീർ സനീഷ് ക്വാളിറ്റി കോസ്റ്റ്യൂം ഡിസൈനറാണ്. ഇതിലെന്ത് പറ്റിയെന്ന് മനസ്സിലായില്ല. ഡയറക്ടർ പറഞ്ഞ സജഷൻ ബലമാണ്. എന്തുമായാലും അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ക്രിഞ്ചുവാദിയായിട്ടുള്ള സീൻസും ഒക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. പിന്നെ അമച്ചുറിഷ് ആയിട്ടുള്ള അഭിനയം, പലരുടെയും അഭിനയമൊക്കെ ഉണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്ത ഒരു സിനിമയാണ്.
ഈ ദൈവത്തിൻ്റെ കാര്യം തന്നെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ദൈവമാണ്. ദൈവത്തിൻ്റെ ക്യാരക്ടറിന് തന്നെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത എനിക്ക് തോന്നി. ഈ ഏത് സമയത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന, എന്തുവാണ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ മാറി മാറി പറയുകയും മാറി മാറി ചെയ്യുകയും ചെയ്യുന്ന ഒരു ദൈവം. അങ്ങനെയാണ് ഇതിലെ ദൈവം കഥാപാത്രം. ഒരു ഫാൻറ്റസി, ഒരു ഡിവൈൻ ഫാൻറ്റസി എന്ന രീതിയിൽ പോലും ക്ലിക്ക് ആവുന്നില്ല, അങ്ങനെയും പറയാൻ പറ്റുന്നില്ല. ഇപ്പം ബ്രൂസ് ഓൾമൈറ്റി കണക്ക് അല്ലെങ്കിൽ എവൻ ഓൾമൈറ്റി കണക്ക് അങ്ങനെ ഒരു കോമഡി, ഒരു ഡിവൈൻ കോമഡിയോ അല്ലെങ്കിൽ ഫാൻറ്റസി കോമഡിയോ അങ്ങനെയും പറയാൻ പറ്റുന്നില്ല. ഇതിൻ്റെ അകത്ത് ഒരു ഭയങ്കരമായ മോറൽ സയൻസ്, ഒരു മോറൽ ലെക്ചറിങ് ഇതിൻ്റെ അകത്തുണ്ട്. അതാണ് മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. അത് കുറച്ചുകൂടെ ഹിഡൻ ആയിട്ട് വേണമെങ്കിൽ സട്ടിലായിട്ട് കാണിക്കാമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, മെയിൻലി ഈ കോൺസെപ്റ്റ് ടച്ച് ചെയ്ത പ്രശ്നമാണ്. ഈ ദൈവം പ്രത്യക്ഷപ്പെടുന്നു, ഇതൊക്കെ ചിലതൊക്കെ ശരിയാക്കാൻ നോക്കും, ചിലർക്ക് ശരിയാക്കാൻ നോക്കുന്നില്ല, ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവത്തില്ല എന്നുള്ള രീതിയിലാണ് ദൈവ കഥാപാത്രം ഇതിനകത്ത് ഇടപെടുന്നത്. അപ്പോൾ അതൊന്നും ക്ലിയർ ആയില്ല. ആ ഒരു ക്യാരക്ടർ, ദൈവത്തിൻ്റെ ക്യാരക്ടറേ ക്ലിയർ ആയില്ല. പിന്നെ അവസരമെല്ലാം ഭയങ്കര എല്ലാം കലങ്ങി തെളിഞ്ഞ് ശുഭം എന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റൊക്കെയാണ്. നേരത്തെ പറഞ്ഞ ചില ആ പയ്യൻ്റെ അഭിനയം, പിന്നെ സൈജുവിൻ്റെയും സണ്ണിയുടെയും ഒരു കെമിസ്ട്രി, അതുകൊണ്ട് മാത്രം 1 star out of 5 for written and directed by God. Thanks for watching. Bye.